Hi all, welcome back to Agora, an open space to study. കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ S6-ലെ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് 2-ലെ മൊഡ്യൂൾ 1-ലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അതായത് കോളത്തെ മെയിനായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഷോർട്ട് കോളം എന്നും അതുപോലെ തന്നെ ലോങ് കോളം എന്നും. അപ്പോൾ ഇതിൽ ഷോർട്ട് കോളത്തിൻ്റെ ഡിസൈനാണ് കഴിഞ്ഞ വീഡിയോസിലെല്ലാം നോക്കിയത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ലെൻഡർ കോളം, അതിന് പറയുന്ന മറ്റൊരു പേരാണ് ലോങ് കോളം എന്ന് പറയുന്നത്. അതിൻ്റെ തിയറി പോർഷൻസും അതിൻ്റെ ഡിസൈൻ പ്രോബ്ലംസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് സ്ലെൻഡർ കോളം അഥവാ ലോങ് കോളം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു കോളത്തെ മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ അനുസരിച്ചാണ്. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ടു ലാറ്ററൽ ഡയമെൻഷൻ റേഷ്യോ ഗ്രേറ്റർ ദാൻ 12 ആണ് എങ്കിൽ അതൊരു ലോങ് കോളവും ലെസ് ദാൻ 12 ആണ് എങ്കിൽ അതൊരു ഷോർട്ട് കോളവും ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് കോളത്തെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് slender columns or long columns are those columns whose slenderness ratio അതായത് LEX by D or LEY by B is greater than 12 ആണെങ്കിൽ അങ്ങനെയുള്ള കോളത്തെയാണ് ലോങ് കോളം അഥവാ സ്ലെൻഡർ കോളം എന്ന് വിളിക്കുന്നത്. ഇതിൽ LEX, LEY എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് എലോങ് എക്സ് ഡയറക്ഷനും എഫക്റ്റീവ് ലെങ്ത് എലോങ് വൈ ഡയറക്ഷനുമാണ്. ദെൻ എലോങ് എക്സ് ഡയറക്ഷനിൽ വരുമ്പോൾ അവിടെ എടുക്കുക എക്സ് ഡയറക്ഷൻ മേജർ ആക്സിസ് ആണ് എക്സ് എന്ന് പറയുന്നത്, മൈനർ ആക്സിസ് ആണ് വൈ എന്ന് പറയുന്നത്. സോ എക്സ് ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയമെൻഷൻ ആണ് ക്യാപിറ്റൽ ഡി അഥവാ ഡെപ്ത് എന്ന് പറയുന്നത്. വൈ ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ വിഡ്ത്ത് ആണ് എടുക്കേണ്ടത്. ഇനി the ultimate strength of the long slender column is less as compared to that of a short column with the same cross section and reinforcement. ഒരു ഷോർട്ട് കോളത്തിൻ്റെ സെയിം ക്രോസ് സെക്ഷനും സെയിം റീഇൻഫോഴ്സ്മെൻറ്റും ഉള്ള ഒരു ലോങ് കോളമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രെങ്ത് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ലോങ് സ്ലെൻഡർ കോളത്തിന് വളരെ കുറവായിരിക്കും ഷോർട്ട് കോളത്തെ അപേക്ഷിച്ച്. Then slender columns liable to buckle and undergoes more pronounced lateral deflection which cause additional secondary moments in the column. അതായത് മെയിനായിട്ടും സ്ലെൻഡർ കോളം ഫെയിൽ ആവുന്നത് ബക്കിൾ വഴിയാണ്. എന്താണ് ഈ ബക്കിൾ എന്ന് പറയുന്നത്? അതായത് ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കോളമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ കോളത്തിൻ്റെ രണ്ട് എൻഡിലും ഫിക്സഡ് ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. സോ ഇതിലൊരു ലോഡ് വരുമ്പോൾ ആ കോളം ഇങ്ങനെ ഒരു ബെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെയാണ് ബക്ലിംഗ് ഓഫ് എ കോളം എന്ന് പറയുന്നത്. ദെൻ ഇതൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു കോളം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഇങ്ങനെ ഒരു ബെൻഡിങ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ കോളം ഫെയിലിയർ ആവുന്നത്. സോ ഇതിനെയാണ് ബക്ലിംഗ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ലോങ് കോളം അഥവാ സ്ലെൻഡർ കോളത്തിൻ്റെ കേസിൽ ബക്ലിംഗ് ഫെയിലിയർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് അവിടെ ഉണ്ടാകുന്ന ലോഡ് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലാറ്ററൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലോങ് കോളത്തിൻ്റെ കേസിൽ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു മൊമെൻ്റ് ഉണ്ടാവുന്നുണ്ട്. സോ ആ ഒരു മൊമെൻ്റ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് സ്ലെൻഡർ കോളം ഡിസൈൻ ചെയ്യുന്നത്. അതായത് അവിടെ ഉണ്ടാവുന്ന ആ ഒരു അഡീഷണൽ മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഒരു കോളം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കൊടുക്കണം. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് സ്ലെൻഡർ കോളം ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ സ്ലെൻഡർ കോളത്തിൽ മെയിനായിട്ടും ഉണ്ടാകുന്ന ഫെയിലിയർ എന്ന് പറയുന്നത് ബക്കിൾ ഫെയിലിയർ ആണ്. ആ ഒരു ബക്കിൾ ഫെയിലിയർ ഉണ്ടാകാതെ അതിനെ ഓവർകം ചെയ്യാൻ പാകത്തിനായിരിക്കും ഒരു കോളം ഡിസൈൻ ചെയ്യുന്നത്. ഇനി IS 456/2000 ക്ലോസ് 39.7 സ്ലെൻഡർ കോളത്തിൻ്റെ ഡിസൈനിൻ്റെ ഇക്വേഷൻസും അതിൻ്റെ കണ്ടീഷൻസും തന്നിട്ടുള്ളത്. ഇതാണ് ക്ലോസ് 39.7 സ്ലെൻഡർ കംപ്രഷൻ മെമ്പർ. The design of slender compression members shall be based on the forces and the moments determined from an analysis of the structure, including the effect of deflection on moments and forces. When the effect of deflection are not taken into account in the analysis, and the additional moments given in 39.7.1 shall be taken into account in the appropriate direction. അതായത് സ്ലെൻഡർ കോളത്തിൻ്റെ കേസിൽ അവിടെ വരുന്ന ഫോഴ്സും അതുപോലെ തന്നെ മൊമെൻറ്റിലും കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ അനാലിസിസ് ചെയ്യുമ്പോൾ ഈ ഡിഫ്ലക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ആ ഒരു അഡീഷണൽ മൊമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സ്ലെൻഡർ കോളം ഡിസൈൻ ചെയ്യുന്നത്. ആ അഡീഷണൽ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്ലോസ് 39.7.1 the additional moment MAX and MAY shall be calculated by the following formula. MAX is equal to PUD divided by 2000 into LEX by D the whole square. MAY is equal to PUB divided by 2000
LEY/B the whole square. ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വരുന്ന അഡീഷണൽ മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ PU എന്ന് പറയുന്ന ആക്സിയൽ ലോഡ് ഓൺ ദ മെമ്പറും LEX എന്ന് പറയുന്ന എഫക്റ്റീവ് ലെങ്ത് ഇൻ റെസ്പെക്ട് ഓഫ് ദ മേജർ ആക്സിസ് ആൻഡ് LEY എന്ന് പറയുന്ന എഫക്റ്റീവ് ലെങ്ത് ഇൻ റെസ്പെക്ട് ഓഫ് ദ മൈനർ ആക്സിസ്. Capital D is the depth of the cross section at a right angle to the major axis and B is the width of the member. ഇനി ഇവിടെ നോട്ട്സ് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോളം ബ്രേസ്ഡ് കോളം അതുപോലെ തന്നെ അൺബ്രേസ്ഡ് കോളം, ഈ രണ്ട് കണ്ടീഷൻ വരുവാണെങ്കിൽ അവിടെ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മൊമെന്റിന്റെ ഇക്വേഷൻ ആണ് ഈ നോട്ട്സിൽ പറയുന്നത്. ഈ കാര്യങ്ങൾ നെക്സ്റ്റ് ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അന്നേരം ഡീറ്റെയിൽ ആയിട്ട് പറയാം. Clause 39.7.1.1 the values given by equation 39.7.1 may be multiplied by the following factor. അതായത് ഇവിടെ നമുക്ക് കിട്ടിയ ഈ MAXും MAYയുടെ വാല്യൂം ഒരു ഫാക്ടറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ എടുക്കുന്ന ആ ഒരു അഡീഷണൽ മൊമെന്റിൽ ചെറിയൊരു റിഡക്ഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫാക്ടറാണ് K എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PUZ minus PU divided by PUZ minus PB should be less than or equal to 1. PU എന്ന് പറയുന്ന ആക്സിയൽ ലോഡ് ഓൺ കംപ്രഷൻ മെമ്പർ, PUZ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനും ഉണ്ട്. അതുപോലെ തന്നെ SP60 യൂസ് ചെയ്യുന്ന ചാർട്ട് യൂസ് ചെയ്തും കണ്ടുപിടിക്കാം. PB എന്ന് പറയുന്നത് ആക്സിയൽ ലോഡ് കറസ്പോണ്ടിങ് ടു ദ കണ്ടീഷൻ ഓഫ് മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഓഫ് 0.0035 ഇൻ കോൺക്രീറ്റ് and tensile strain 0.002 in outermost layer of tension steel. അതായത് അവിടെ ആക്ട് ചെയ്യുന്ന ആക്സിയൽ ലോഡാണ്. അതായത് കോൺക്രീറ്റ് അതിൻ്റെ മാക്സിമം സ്ട്രെയിൻ വാല്യൂവും സ്റ്റീൽ അതിൻ്റെ മാക്സിമം സ്ട്രെയിൻ വാല്യൂം റീച്ച് ചെയ്യുമ്പോൾ അന്നേരം അവിടെ വരുന്ന ആക്സിയൽ ലോഡിനെയാണ് PB എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ വരുന്ന ഫാക്ടർ K കണ്ടുപിടിക്കുന്നത്. ഇനി ഈ സെയിം കാര്യങ്ങൾ തന്നെ SP60 കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ക്ലോസ് 3.4 പേജ് 106. അതായത് സ്ലെൻഡർ കംപ്രഷൻ മെമ്പർ, ഇത് SP60 പേജാണ് ഈ കാണിച്ചിട്ടുള്ളത്. When the slenderness ratio LEX/D or LEY/B of a compression member exceeds 12, it is considered to be a slender compression member. LEX and LEY be the effective length with respect to major minor axis. When a compression member is slender with respect to the major axis, an additional moment MAX given by the following equation. അങ്ങനെ ഒരു സ്ലെൻഡർ കംപ്രഷൻ മെമ്പർ ആണെങ്കിൽ അവിടെ അഡീഷണൽ മൊമെന്റ് മോഡിഫൈ ചെയ്തെടുക്കണം. അതിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് SP60 IS 456 2000 സെയിം ഇക്വേഷൻ തന്നെയാണ് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ ഈ ഒരു എക്സ്പ്രഷനെ എസെൻട്രിസിറ്റിയുടെ ടേംസിലോട്ട് മാറ്റിയിട്ടുണ്ട്. അന്നേരം MAX എന്ന് പറയുന്നത് PU × EAX വരും. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് EAX എന്ന് പറയുന്നത് D/2000 × LEX/D the whole square ആണ്. അതുപോലെ തന്നെ ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ EAX/Dയുടെ വാല്യൂ 1/2000 × LEX/D the whole square വരും. ഇവിടെ ഈ EAX/Dയുടെ വാല്യൂ സെയിം തന്നെ EAY/Bയുടെ വാല്യൂ ടേബിൾ Iയിൽ നിന്നാണ് എടുക്കുന്നത്. ടേബിൾ I SP60 തന്നിട്ടുണ്ട്. ഇതാണ് ടേബിൾ I എന്ന് പറയുന്നത്. അഡീഷണൽ എസെൻട്രിസിറ്റി ഫോർ സ്ലെൻഡർ കംപ്രഷൻ മെമ്പർ EAX/Dയും EAY/Bയും കണ്ടുപിടിക്കാനുള്ള ടേബിൾ. വാല്യൂ കണ്ടുപിടിക്കുന്നതിന് ആദ്യം LEX/Dയുടെ വാല്യൂം LEY/Bയുടെ വാല്യൂ അറിയണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് EAX/Dയുടെ വാല്യൂം EAY/Bയുടെ വാല്യൂം തന്നിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് എസെൻട്രിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ എസെൻട്രിസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ MAXന്റെ ഇക്വേഷനിലോട്ട് PU × EAXന്റെ വാല്യൂവും MAYയുടെ ഇക്വേഷനിലോട്ട് PU × EAYയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന അഡീഷണൽ മൊമെന്റ് കിട്ടും. ഇനി ഈ ഒരു മൊമെന്റിനെ അവിടെ റെഡ്യൂസ് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫാക്ടറാണ് K എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PUZ minus PU divided by PUZ minus PB should be less than or equal to 1 ആണ്. ഇവിടെ PUZ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ചാർട്ട് 63 തന്നിട്ടുണ്ട്. ഇനി PBയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ടേബിൾ 60 നിന്നാണ് PBയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. സോ PB കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ ആ ഒരു ചാർട്ടിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് Kയുടെ വാല്യൂ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കും. ദെൻ ചാർട്ട് 65 നോക്കിക്കഴിഞ്ഞാൽ Kയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഒന്നെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ചാർട്ട് 65 നിന്ന് PU/PUZഉം PB/PUZഉം കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് Kയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതാണ് ചാർട്ട് 65 എന്ന് പറയുന്നത്. Kയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ളത്. സോ
ഒന്നുകിൽ പി യു ബൈ പി യു ഇസഡിൻ്റെ റേഷ്യോയും പി ബി ബൈ പി യു ഇസഡിൻ്റെ റേഷ്യോയും കണ്ടുപിടിക്കുക. എന്നിട്ട് പി ബി ബൈ പി യു ഇസഡ് കിട്ടിക്കഴിയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ഏത് ചാർട്ടിലാണോ ടച്ച് ചെയ്യുന്നത് ആ ഒരു പോയിന്റ് വൈ ആക്സിസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കെയുടെ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും കെയുടെ വാല്യൂ കിട്ടും. ഇനി പി ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ടേബിൾ 60 യൂസ് ചെയ്തുകൊണ്ടാണ്. സ്ലെൻഡർ കംപ്രഷൻ മെമ്പർ വാല്യൂസ് ഓഫ് പി ബി. പി ബിയുടെ ഇക്വേഷൻ റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ പി ബി ബൈ എഫ് സി കെ ബി ഡി ദാറ്റ് ഈസ് കെ 1 പ്ലസ് കെ 2 പി ബൈ എഫ് സി കെ. സർക്കുലർ ആണെങ്കിൽ പി ബി ഡിവൈഡ് ബൈ എഫ് സി കെ ഡി ക്യൂ ഇസ് ഈക്വൽ ടു കെ 1 പ്ലസ് കെ 2 പി ബൈ എഫ് സി കെ. ഇവിടെ കെ 1 എന്ന് പറയുന്നത് ഈ ടേബിളിൽ നിന്നും കെ 2 എന്ന് പറയുന്നത് ഈ ടേബിളിൽ നിന്നുമാണ് കിട്ടുന്നത്. റെക്ടാങ്കുലർ ആണ് എങ്കിൽ അവിടെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡി ഡാഷ് ബൈ ഡി എന്ന് പറയുന്ന വാല്യൂവിനെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഡി ഡാഷ് ബൈ ഡി കണ്ടുപിടിക്കുക. സോ റെക്ടാങ്കുലർ ആണ് എങ്കിൽ ഡി ഡാഷ് ബൈ ഡിക്ക് കറസ്പോണ്ട് വരുന്ന വാല്യൂ സെലക്ട് ചെയ്യുക. ഇനി സർക്കുലർ ആണ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് വാല്യൂ സെലക്ട് ചെയ്യുക. കെ 2 കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം സെക്ഷൻ്റെ കണ്ടീഷനും അറിയണം, അതുപോലെ തന്നെ എഫ് വൈയുടെ വാല്യൂ അറിയണം, ഡി ഡാഷ് ബൈ ഡിയുടെ വാല്യൂ അറിയണം. സെക്ഷൻ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഈക്വൽ റീൻഫോഴ്സ്മെന്റ് ഓൺ 2 ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ഈക്വൽ റീൻഫോഴ്സ്മെന്റ് ഓൺ 4 സൈഡ്സ് ആൻഡ് സർക്കുലർ. അതായത് റീൻഫോഴ്സ്മെന്റ് 2 സൈഡ് മാത്രമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനൊരു വാല്യൂസും 4 സൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് വാല്യൂസും സർക്കുലർ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് വാല്യൂസുമാണ് ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. അത് എഫ് വൈക്ക് കറസ്പോണ്ടിങ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡി ഡാഷ് ബൈ ഡിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എഫ് വൈയും അറിഞ്ഞാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് കെ ടുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ കെ 1ഉം കെ 2 കിട്ടിക്കഴിഞ്ഞാൽ പിയുടെ വാല്യൂ പി എന്ന് പറയുന്ന പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലാണ്. സോ അതിൻ്റെ വാല്യൂ അറിയാൻ പറ്റും. സോ ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി ബിയുടെ വാല്യൂ കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലോസ് 39.7ൽ നോട്ട്സിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് മെയിനായിട്ടും ബ്രേസ്ഡ് കോളം ഡിസൈൻ ചെയ്യുമ്പോഴും അൺബ്രേസ്ഡ് കോളം ഡിസൈൻ ചെയ്യുന്നതിലും യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇവിടെ പറയുന്നത്. ആദ്യം തന്നെ കേസ് 1 ബ്രേസ്ഡ് കോളം നോക്കാം. ആദ്യം എന്താണ് ബ്രേസ്ഡ് കോളം, എന്താണ് അൺബ്രേസ്ഡ് കോളം എന്ന് നോക്കാം. സോ ഈ ഒരു ഇമേജ് നോക്കുക. ഇതൊരു ഫ്രെയിമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 2 എൻഡിലും സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഇതൊരു ബ്രേസ്ഡ് ഫ്രെയിമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലോഡ് വന്നു കഴിയുമ്പോൾ ഈ ഒരു കോളത്തിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നില്ല. ആ ഒരു കോളത്തിൻ്റെ കേസിൽ വരുന്ന ഡിഫ്ലക്ഷനെ പറയുന്നതാണ് സ്വേ എന്ന് പറയുന്നത്. അതായത് ഇവിടെ 2 എൻഡിലും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ഡിഫ്ലക്ഷൻ ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് കോളം വിത്തൗട്ട് സ്വേ ആണ്. സ്വേ ഒന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെയുള്ള കോളത്തെയാണ് ബ്രേസ്ഡ് കോളം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ അൺബ്രേസ്ഡ് കോളം. സോ ഈ ഒരു കോളം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോഡ് വരുമ്പോൾ ഇതിനൊരു ചെറുതായിട്ടൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കോളത്തെയാണ് അൺബ്രേസ്ഡ് കോളം എന്ന് പറയുന്നത്. ഈ ഒരു ഡിഫ്ലക്ഷനെ സ്വേ എന്നാണ് പറയുന്നത്. അതായത് അവിടെ ഒരു റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫ്രെയിം ഈ ലോഡ് കൊണ്ട് കുറച്ച് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വരാനുള്ള ഒരു പോസിബിലിറ്റി കാണിക്കുന്നു. സോ അതിനെയാണ് സ്വേ എന്ന് പറയുന്നത്. അപ്പം സ്വേ ഇല്ലാത്ത കോളമാണ് ബ്രേസ്ഡ് കോളം, സ്വേ ഉണ്ടാവുന്ന കോളമാണ് അൺബ്രേസ്ഡ് കോളം എന്ന് പറയുന്നത്. അപ്പം സ്വേ ഇല്ല എങ്കിൽ കോളം എൻഡ്സ് ആർ റീസ്ട്രെയിൻഡ് എഗെയിൻസ്റ്റ് സ്വേ എന്ന് പറഞ്ഞാൽ അതൊരു ബ്രേസ്ഡ് കോളവും, സ്വേ ഉണ്ടാവുന്ന കോളമാണെങ്കിൽ അതൊരു അൺബ്രേസ്ഡ് കോളമായിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി ഇവിടെ വരുന്ന ഡിസൈൻ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാദ്യം നോക്കാം. ഇൻ കേസ് ഓഫ് ബ്രേസ്ഡ് കോളം എൻഡ് ഡു നോട്ട് അണ്ടർഗോ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഈ കോളത്തിൻ്റെ എൻഡിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. സോ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ അഡീഷണൽ മൊമെൻറ്റ് എം എ എക്സും എം എ വൈയും കിട്ടണമെങ്കിലും അവിടെ ഒരു ഇനീഷ്യൽ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ആ ഇനീഷ്യൽ മൊമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ അഡീഷണൽ മൊമെൻറ്റ് ആഡ് ചെയ്താലാണ് ഇവിടുത്തെ ഡിസൈൻ മൊമെൻറ്റ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഡിസൈൻ മൊമെൻറ്റ് എം ഡി ഈസ് ഈക്വൽ ടു എം ഐ പ്ലസ് എം എ എക്സ്. ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ M2 ആയിരിക്കണം. അതുപോലെ തന്നെ ഇനീഷ്യൽ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.6 M2 പ്ലസ് 0.4 M1 ആൻഡ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 0.4 M2. ഈ കണ്ടീഷൻ കോഡ് പറയുന്നതാണ്. ഇനി ഇവിടെ തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇഫ് ദർ ഈസ് എ കോൺട്രാഫ്ലക്ഷൻ പോയിന്റ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് എ ബ്രേസ്ഡ് കോളം ദ എഫക്റ്റ് ഓഫ് അഡീഷണൽ മൊമെൻറ്റ് ഈസ് ക്വൈറ്റ് റെഡ്യൂസ്ഡ്. അതായത് എന്താണ് ഈ കോൺട്രാഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്? ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ അവിടെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റിനെയാണ്
കോൺട്രാഫ്ലെക്സർ എന്ന് പറയുന്നത്. അതായത് ഒന്നുകിൽ അതിലെടുത്ത വാല്യൂ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ചേഞ്ച് ആകുമ്പോൾ ആ ഒരു പോയിന്റിനെയാണ് കോൺട്രാഫ്ലെക്സർ പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബ്രേസ്ഡ് കോളത്തിൽ അങ്ങനെ ഒരു കോൺട്രാഫ്ലെക്സർ പോയിന്റ് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന MI എന്ന് പറയുന്നത് 0.6 M2 മൈനസ് 0.4 M1 എന്നായിട്ട് ചേഞ്ച് ഉണ്ടാവും. സോ ഇങ്ങനെയാണ് ഒരു ബ്രേസ്ഡ് കോളത്തിന്റെ ഡിസൈൻ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ. ഇവിടെ ആദ്യം തന്നെ ഇനീഷ്യൽ മൊമെന്റ് ഈ പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ അഡീഷണൽ മൊമെന്റ് കണ്ടുപിടിച്ചോട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കോളം ഡിസൈൻ ചെയ്യേണ്ടത് ഡിസൈൻ മൊമെന്റ് കിട്ടുകയുള്ളൂ. ഇനി ഈ കണ്ടീഷൻ തന്നെ അൺബ്രേസ്ഡ് കോളം, അതായത് സ്വേ ഉണ്ടാവുന്ന കോളമാണ് എങ്കിൽ ഇൻ ദ അൺബ്രേസ്ഡ് കോളം ദ എൻഡ്സ് ഓഫ് ദ കോളം ഷോ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ്, അതായത് അവിടെ ഒരു ഹൊറിസോണ്ടൽ മൂവ്മെന്റ് അഥവാ സ്വേ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള കോളമാണ് അൺബ്രേസ്ഡ് കോളം എന്ന് പറയുന്നത്. The design moment for an unbraced column are obtained by adding additional secondary moments to the end moments as shown below. അതായത് ഇവിടെ ഡിസൈൻ മൊമെന്റ് കിട്ടണമെങ്കിൽ അവിടുത്തെ എൻഡ് മൊമെന്റിന്റെ കൂടെ അഡീഷണൽ സെക്കൻഡറി മൊമെന്റും കൂടി ആഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ഡിസൈൻ മൊമെന്റ് കിട്ടുന്നത്. ദാറ്റ് ഈസ് MD1 = M1 + MA, MD2 = M2 + MA. ഇവിടെ M1 M2 എന്ന് പറയുന്നത് എൻഡ് മൊമെന്റ് ആണ്. അതിൻ്റെ കൂടെ അവിടെ കിട്ടുന്ന അഡീഷണൽ മൊമെന്റും കൂടി ആഡ് ചെയ്യുക. So MD1 is the total design moment at an end having moment M1. MD2 is the total design moment at an end having moment M2. So ഇങ്ങനെയാണ് അൺബ്രേസ്ഡ് കോളം ആണ് എങ്കിൽ അഥവാ സ്വേ ഉണ്ടാവുന്ന കോളം ആണ് എങ്കിൽ അവിടെ ഡിസൈൻ മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ഒരു സെക്ഷനിൽ വരുന്ന പ്രോബ്ലം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു പ്രോബ്ലത്തിന്റെ എക്സാമ്പിൾ SV60 ചെയ്തിട്ടിട്ടുണ്ട്. അതൊന്ന് റെഫർ ചെയ്യുക. ആദ്യം തന്നെ പ്രോബ്ലത്തിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറ്റർമിൻ ദ റീഇൻഫോഴ്സ്മെന്റ് റിക്വയർഡ് ഫോർ എ കോളം വിച്ച് ഈസ് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് സ്വേ ഇഫ് ദ ഫോളോയിങ് ഡേറ്റ: സൈസ് ഓഫ് ദ കോളം 400/300, use M30 and FE415, effective length along major direction LEX is equal to 6 meter, along minor direction LEY is equal to 5 meter, unsupported length of the column L0 is 7 meter, factored axial load PU is 1500, factored moment in the direction of larger dimension MUX is equal to 40 kilonewton meter at the top and 22.5 kilonewton meter at the bottom. Factored moment in the direction of smaller dimension 30 kilonewton meter at the top and 20 kilonewton meter at the bottom. The column bend in double curvature with reinforcement equally distributed on all the four sides. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ ഇവിടെ വരുന്ന റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് വിച്ച് ഈസ് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് സ്വേ എന്നാണ് പറയുന്നത്. അതായത് സ്വേയിനെ അവിടെ റീസ്ട്രെയിൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതായത് സ്വേ ഉണ്ടാവുന്നില്ല. സ്വേ മീൻസ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നില്ല. സോ ഡിഫ്ലക്ഷൻ ഉണ്ടാവാത്ത കോളമാണ് ബ്രേസ്ഡ് കോളം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബ്രേസ്ഡ് കോളമാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇവിടുത്തെ ഗിവൺ ഡേറ്റാസ് എഴുതാം. B is 300 mm. നമുക്ക് തന്നിട്ടുള്ള സൈസിൽ ഏതാണോ ചെറുത് അത് 300 mm ആണ്. അത് വിഡ്ത്ത് ആയിട്ട് എടുക്കുക. ദെൻ ക്യാപിറ്റൽ D is 400 mm. FCK M30 ആണ്, അതുകൊണ്ട് 30 Nm/mm². FY 415, FE 415 ആണ്. ദെൻ എഫക്റ്റീവ് ലെങ്ത് along X direction 6 മീറ്ററും along Y direction 5 മീറ്ററും unsupported length 7 മീറ്ററും. PU is 1500 kilonewton. ദെൻ ഇവിടെ വരുന്ന MUXന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതായത് ലാർജർ ഡയമെൻഷനിൽ വരുന്ന ടോപ്പിലും ബോട്ടത്തിലും വരുന്ന മൊമെന്റിന്റെ വാല്യൂ ആണ് 40 kilonewton meter അറ്റ് ടോപ്പും 22.5 kilonewton അറ്റ് ബോട്ടവും. അതുപോലെ തന്നെ MUYയും തന്നിട്ടുണ്ട്. 30 kilonewton meterഉം 20 kilonewton meterഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഇവിടെ വരുന്ന ഡിസൈൻ മൊമെന്റ് കണ്ടുപിടിക്കണം. ഡിസൈൻ മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ആദ്യം ചെയ്യുന്നത് ഇവിടെ വരുന്ന മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് M'(AX'ും M'(AY'ും കണ്ടുപിടിക്കും. അതിൻ്റെ കൂടെ ഇവിടുത്തെ മിനിമം ഇനീഷ്യൽ മൊമെന്റ് അഥവാ MX മിനിമം, അതായത് എസെൻട്രിസിറ്റി കൊണ്ടുണ്ടാവുന്ന മൊമെന്റും കമ്പയർ ചെയ്തിട്ട് അതിലേതാണോ ഗ്രേറ്റർ വാല്യൂ ആ വാല്യൂവിൻ്റെ കൂടെ ഈ വരുന്ന മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് ആഡ് ചെയ്തിട്ടാണ് ഡിസൈൻ മൊമെന്റ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും വരുന്ന ഡിസൈൻ മൊമെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോരോ ടേംസും ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിയുമ്പോൾ ഇത് ലോങ് കോളം ആണോ ഷോർട്ട് കോളം ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് വി ഫൈൻഡ് ദ കാൽക്കുലേഷൻ ഓഫ് സ്ലെൻഡർനെസ് റേഷ്യോ, ദാറ്റ് ഈസ് എഫക്റ്റീവ് ലെങ്ത് ഡിവൈഡഡ് ബൈ D.
എലോങ് എക്സ് ഡയറക്ഷനിലെ ലെങ്ത്ത് 6 മീറ്റർ ആണ്. അതിന് എമ്മിലോട്ട് മാറ്റുമ്പോൾ 6000 ഡിവൈഡഡ് ബൈ 400 ചെയ്യുമ്പോൾ 15 വരും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 12. അതുപോലെ തന്നെ LEY/B എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ദാറ്റ് ഈസ് 5000 ബൈ 300 ചെയ്യുമ്പോൾ 16.67 വരും. സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 12. സോ therefore the column is slender about both the axes. രണ്ട് ഡയറക്ഷനിലും കോളം എന്ന് പറയുന്നത് ലോങ് കോളമാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ വരുന്ന അഡീഷണൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ അഡീഷണൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് MAX = PU × EAX ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ എസെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. സോ SB16 പേജാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ പേജിലെ MAX എന്ന് പറയുന്നത് PU × EAX ആണ്. EAX/D യും EAY/Bയുടെ വാല്യൂ ടേബിൾ ഐയിൽ നിന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഫ്രം ടേബിൾ ഐ ഫോർ LEX/D ഈസ് ഈക്വൽ ടു 15 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് വരുന്ന EAX/D എന്ന് പറയുന്നത് LEX/D 15ന് കറസ്പോണ്ടിങ് വരുന്ന EAX/D എന്ന് പറയുന്നത് 0.113 ആണ്. അതുപോലെ തന്നെ LEY/B എന്ന് പറയുന്നത് 16.67 ആണ്. അപ്പോൾ ഇവിടെ 16ഉം 17ഉം ആണ് ഉള്ളത്. അപ്പം 16ഉം 17ൻ്റെ ഇടയിലാണ് 16.67 വരുന്നത്. സോ ഇൻ്റർപോളേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് 16ന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ 0.1288ഉം 17ന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ 0.145ഉം ആണ്. സോ 16.67ന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ കണ്ടുപിടിക്കണം. സോ സിമിലർ ട്രയാങ്കിൾ യൂസ് ചെയ്യുമ്പോൾ 0.145 മൈനസ് 0.128, അതായത് ഈ ഒരു ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഈ ലെങ്ത് എന്ന് പറയുന്നത് 17 - 16 is equal to x ഡിവൈഡഡ് ബൈ 16.67 മൈനസ് 16 എന്ന് വരും. സോ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് 0.01139. ഇനി ഇവിടുത്തെ ടോട്ടൽ ഈ ഒരു വാല്യൂ കിട്ടണമെങ്കിൽ 0.128ൻ്റെ കൂടെ ഇവിടെ കിട്ടിയ എക്സിൻ്റെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ 16.67ന് കറസ്പോണ്ടിങ് വരുന്ന ഇവിടുത്തെ വാല്യൂ കിട്ടും. അത് കിട്ടുന്നത് 0.13939 എന്നാണ്. ഇനി അഡീഷണൽ മൊമെൻറ്റിൻ്റെ ഇക്വേഷനിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. MAX = PU × EAX ആണ്. ദറ്റ് ഈസ് PU ഈസ് 1500 ഇൻറ്റു EAX/D ആണ് കിട്ടിയത്. അതിൽ നിന്ന് EAX കിട്ടണമെങ്കിൽ EAX ഇൻറ്റു D ചെയ്താൽ മതി. ദാറ്റ് ഈസ് 0.113 ആണ് EAX ഇൻറ്റു ഇവിടെ വരുന്ന ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 400 × 10⁻³ -3 വരാൻ കാരണം ഇവിടെ 400 mm ആണ്. അതിന് മീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിയാണ് × 10⁻³ ചെയ്തത്. ഈക്വൽ ടു 67.8 kN എന്ന് കിട്ടും. സെയിം തന്നെ MAYയും കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് PU × EAY. ദാറ്റ് ഈസ് 1500 ഇൻറ്റു EAY എന്ന് പറയുന്നത് 0.13939 ഇൻറ്റു B ആണ് വരുന്നത്. അതിനെ മീറ്ററിലോട്ട് മാറ്റാൻ × 10⁻³ ചെയ്യുമ്പോൾ 62.72 kN ആണ് ഇവിടെ വരുന്ന ഈ അഡീഷണൽ മൊമെൻറ്റ്. ഇനി ഈ അഡീഷണൽ മൊമെൻറ്റിനെ മോഡിഫൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ ഇവിടുത്തെ റിഡക്ഷൻ ഇൻ അഡീഷണൽ മൊമെൻറ്റ് ആസ് പെർ 38.7.1.1ൽ പറയുന്ന അനുസരിച്ച് M' എന്ന് പറയുന്നത് MAX × KX ആണ്. ദാറ്റ് ഈസ് M' എന്ന് പറയുന്നത് MAY × KY ആണ്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ യൂസ് ചെയ്യുന്ന റിഡക്ഷൻ ഫാക്ടർ ആയിട്ടുള്ള KXഉം KYയും കണ്ടുപിടിക്കണം. KX എന്ന് പറയുന്നത് PUZ - PU ഡിവൈഡഡ് ബൈ PUZ - PBX. KY എന്ന് പറയുന്നത് PUZ - PU ഡിവൈഡഡ് ബൈ PUZ - PBY. അപ്പോൾ ഇവിടെ KXഉം KYയും കണ്ടുപിടിക്കണം. അപ്പം അതിനുവേണ്ടി ഈ KXൻ്റെ ഇക്വേഷനിലെ ഓരോരോ ടേംസും കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ ഇവിടുത്തെ PUZ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. PUZ കണ്ടുപിടിക്കണമെങ്കിൽ ചാർട്ട് 63 യൂസ് ചെയ്തുകൊണ്ടാണ് PUZൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി അവിടെ പെർസെൻറ്റേജ് ഓഫ് റീൻഫോഴ്സ്മെൻ്റ് അറിയണം. അതുപോലെ തന്നെ FYയുടെ വാല്യൂം FCKയുടെ വാല്യൂം അറിഞ്ഞാൽ മാത്രമേ PUZൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്ത് കൊടുക്കുകയാണ്. അസ്യൂമിങ് എ ട്രയൽ ഓഫ് 3%. ഇനി അടുത്തത് ഇവിടെ AG ഏരിയ ഓഫ് ഗ്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുക. സോ 300/400 mm ആണ് കോളത്തിൻ്റെ സൈസ്. അത് ചെയ്യുമ്പോൾ 1,20,000 mm² ആണ് കിട്ടുന്നത്. ദെൻ ഫ്രം ചാർട്ട് 63 ഓഫ് SB16, ഇതാണ് 63 എന്ന് പറയുന്ന ചാർട്ട്. ഇവിടെ നിന്നാണ് PUZൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് ആക്സിസിൽ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. വൈ ആക്സിസിലാണ് വാല്യൂസ് തന്നിട്ടുള്ളത്. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തേട്ടുള്ളത് PUZ/AGയുടെ വാല്യൂ, ഇവിടെ മുകളിലോട്ടുള്ളത് 100 AS/AGയുടെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ദെൻ ഇവിടുത്തെ ലൈൻ, ഈ ഒരു മുകളിൽ തന്നിട്ടുള്ള ഈ ഒരു ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് FYയുടെ വാല്യൂ, ഈ താഴത്തെ ഒരു ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് FCKയുടെ വാല്യൂ ആണ്. ഇപ്പോൾ PU/PUZൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ആദ്യം തന്നെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ അറിയാം. 3 എന്ന് പറയുന്ന പെർസെൻറ്റേജ് അറിയാം.
ദെൻ ഇവിടുത്തെ ഗ്രേഡ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 415 ആണ്. സോ 3ക്ക് കറസ്പോണ്ടിങ് വരുന്ന ആ ഒരു ലൈൻ ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് എടുക്കുക. ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ FCK എന്ന് പറയുന്ന ഈ ലൈനിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത്, അതായത് 30 ആണ് വരുന്നത് FCKയുടെ വാല്യൂ. സോ 30ക്ക് കറസ്പോണ്ടിങ് വരുന്നത് എവിടെയാണോ എന്ന് നോക്കുക. അതിനെ y ആക്സിസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ PUZ/AGയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഇവിടെ കിട്ടുന്ന PUZ/AG എന്ന് പറയുന്നത് 22.5 Nm² ആണ്. ഇതിൽ നിന്ന് PUZ എന്ന് പറയുന്നത് 22.5 × AG കിട്ടും. 27000000 ന്യൂട്ടൺ എന്നാണ് കിട്ടുന്നത്. നെക്സ്റ്റ് ഇവിടെ വരുന്ന PBയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ആക്സിയൽ ലോഡ് കറസ്പോണ്ടിങ് ടു മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റും അതുപോലെ തന്നെ മാക്സിമം സ്ട്രെയിൻ ഇൻ സ്റ്റീലുമാണ് PB എന്ന് പറയുന്നത്. അത് കിട്ടണമെങ്കിൽ ആദ്യം ഇവിടെ D'/D കണ്ടുപിടിക്കണം. D'/D കണ്ടുപിടിക്കണമെങ്കിൽ D' എന്ന് പറയുന്ന ക്വസ്റ്റിന് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അസ്യൂമിങ് 25 mm ഡയമീറ്റർ ബാർസും അതുപോലെ തന്നെ 40 mm ക്ലിയർ കവറും അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എഫക്റ്റീവ് കവർ എന്ന് പറയുന്നത് 40യുടെ കൂടെ 25/2 ഡയമീറ്റർ ഓഫ് ബാർ ബൈ 2 ചെയ്യുമ്പോൾ എഫക്റ്റീവ് കവർ 52.5 mm എന്ന് കിട്ടും. ഇനി ഇവിടെ D'/D along x ആക്സിസ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 52.5 / 400 ചെയ്യുമ്പോൾ 0.13125 കിട്ടും. D'/D y ആക്സിസ് എന്ന് ചെയ്യുമ്പോൾ 52.5 / 300 ചെയ്യുമ്പോൾ 0.175 എന്ന് കിട്ടും. ഇനി ഫ്രം ടേബിൾ 60 ഓഫ് SP16 നോക്കുക. ഇവിടെ റെക്ടാങ്കുലർ സെക്ഷൻ ആണ് തന്നിട്ടുള്ളത്. PB/FCK BD K1 + K2 × P/FCK ആണ് ഇവിടെ വരുന്ന ഇക്വേഷൻ. സോ K1ഉം K2ഉം കണ്ടുപിടിക്കണം. റെക്ടാങ്കുലർ സെക്ഷൻ K1ന്റെ വാല്യൂ വരുന്നത് D'/Dയുടെ വാല്യൂ കിട്ടുന്നത് 0.13 സംതിങ് ആണ്. സോ അത് കൂടിയ ഒരു വാല്യൂ എടുക്കുക. സോ D'/D എന്ന് പറയുന്നത് 0.15ന് കറസ്പോണ്ടിങ് വാല്യൂ എടുക്കുക. ദാറ്റ് ഈസ് 0.196 എന്ന് വരും. K2ന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി ഇവിടെ തന്നിട്ടുള്ളത് ഈക്വൽ റീൻഫോഴ്സ്മെന്റ് ഓൺ 4 സൈഡ്സ് ആണ്. ദെൻ FY ഈസ് 415. ഇത് ചെയ്യുമ്പോൾ D'/Dയുടെ വാല്യൂ 0.15ന് കറസ്പോണ്ടിങ് വരുമ്പോൾ 0.203 ആണ് കിട്ടുന്നത്. ഇനി PBXന്റെ ഇക്വേഷനിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. PBX/FCK 30, B is 300, capital D is 400 is equal to K1 is 0.196, K2 is 0.203. P എന്ന് പറയുന്ന പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ആണ്. അത് 3% ആണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. FCK is 30. സോൾവ് ചെയ്യുമ്പോൾ PBX is 778.680 kN എന്ന് കിട്ടും. ഇതുപോലെ തന്നെ PBYയും കാൽക്കുലേറ്റ് ചെയ്യുക. സോ ടേബിളിൽ നിന്ന് D'/D കിട്ടിയിട്ടുള്ളത് 0.17 ആണ്. സോ അതിനെ ഫ്രണ്ടോട്ട് റൗണ്ട് ചെയ്യുമ്പോൾ 0.2 ആണ് കിട്ടുന്നത്. സോ 0.2ന് കറസ്പോണ്ടിങ് വരുന്ന K1ന്റെ വാല്യൂ 0.184ഉം K2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.028ഉം ആണ്. ദെൻ വാല്യൂസ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് PBY is equal to 672.680 എന്ന് കിട്ടും. ദെൻ PBXും PBYയും കിട്ടിക്കഴിഞ്ഞാൽ ദെൻ KXും KYയും കണ്ടുപിടിക്കുക. KX is equal to PUZ - PU divided by PUZ - PBX. PUZ 2700 minus PU is 1500 divided by PUZ is 2700 kN minus PBX കിട്ടിയിട്ടുള്ളത് 778.680 ചെയ്യുമ്പോൾ 0.624 കിട്ടും. ദെൻ KY ഇതുപോലെ തന്നെ കണ്ടുപിടിക്കുമ്പോൾ 0.591 കിട്ടും. ഇനി ഇവിടെ വരുന്ന മോഡിഫൈഡ് അഡീഷണൽ മൊമെന്റ് അഥവാ റിഡക്ഷൻ ഓഫ് അഡീഷണൽ മൊമെന്റ് കണ്ടുപിടിക്കുക. അതായത് അഡീഷണൽ മൊമെന്റിനെ ഇൻറ്റു ഫാക്ടർ ആയിട്ടുള്ള KM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ മോഡിഫൈഡ് വാല്യൂ ഓഫ് അഡീഷണൽ മൊമെന്റ് കിട്ടുന്നത്. ദാറ്റ് ഈസ് M'(AX) is equal to MAX × KX ചെയ്യുമ്പോൾ 42.3ഉം M'(AY) is equal to MAY × KY ചെയ്യുമ്പോൾ 37.06ഉം ആണ് കിട്ടുന്നത്. ഇവിടെ വരുന്ന അഡീഷണൽ മൊമെന്റിന്റെ കാൽക്കുലേഷൻ കഴിഞ്ഞു. ഇനി ഇവിടുത്തെ ഇനീഷ്യൽ മൊമെന്റും അതുപോലെ തന്നെ എക്സെൻട്രിസിറ്റി കൊണ്ടുണ്ടാവുന്ന മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് ഇവിടുത്തെ ഇനീഷ്യൽ മൊമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് ദ കോളം ഈസ് ബെൻഡ് ഇൻ ഡബിൾ കർവേച്ചർ. അതായത് ഡബിൾ കർവേച്ചറിലാണ് ബെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കോൺട്രാഫ്ലക്ഷൻ പോയിന്റ് ഉണ്ടാവുന്നുണ്ട്. സോ കോൺട്രാഫ്ലക്ഷൻ പോയിന്റ് വരുമ്പോൾ അതുപോലെ തന്നെ ബ്രേസ്ഡ് കോളം ആണെങ്കിൽ ഇവിടെ വരുന്ന ഇനീഷ്യൽ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്ലോസ് 39.7 IS 456/2000 പറയുന്നത് MIX അതായത് ഇനീഷ്യൽ മൊമെന്റ് അലോങ് X ഡയറക്ഷൻ is equal to 0.6 M2 minus 0.4 M1. ഇവിടെ മൈനസ് വരാനുള്ള കാരണം ഇത് ഡബിൾ കർവേച്ചർ ആണ്. അതായത് കോൺട്രാഫ്ലക്ഷൻ പോയിന്റ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് മൈനസ് എടുത്തിട്ടുള്ളത്. സോ 0.6 × M2 എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ആ ഒരു X ഡയറക്ഷനിൽ വരുന്ന ടോപ്പിലെ മൊമെന്റും M1 എന്ന് പറയുന്നത് ബോട്ടത്തിലെ മൊമെന്റും ആണ്. ദാറ്റ് ഈസ്
0.6 into 40 minus 0.4 into M1 എന്ന് പറയുന്ന ബോട്ടത്തിലെ മൊമെൻറ്റ് 22.5 ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. ഇത് ചെയ്യുമ്പോൾ 15 കിലോന്യൂട്ടൺ മീറ്റർ എന്നാണ് പറയുന്നത്. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 0.4 into M2, അതായത് 16 കുറഞ്ഞു പോകാൻ പാടില്ല. സോ ഇവിടെ കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ മൊമെൻറ്റ് എടുക്കേണ്ടത് 16 കിലോന്യൂട്ടൺ മീറ്റർ ആണ്. ദെൻ അലോങ് വൈ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 0.6 M2 മൈനസ് 0.4 M1. സോ ടോപ്പിലെ മൊമെൻറ്റ് 30യും ബോട്ടത്തിലെ മൊമെൻറ്റ് 20യും ആണ് തന്നിട്ടുള്ളത്. ഇത് ചെയ്യുമ്പോൾ 10 എന്നാണ് കിട്ടുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 0.4 M2. ചെയ്യുമ്പോൾ 12 എന്ന് വരും. സോ 12നേക്കാളും കുറഞ്ഞു പോകാൻ പാടില്ല. സോ ഇവിടെ കിട്ടുന്ന ഇനീഷ്യൽ മൊമെൻറ്റ് 16ഉം അലോങ് എക്സ് ഡയറക്ഷനിൽ വൈ ഡയറക്ഷനിൽ 12ഉമാണ് കിട്ടുന്നത്. ഇനി ഇവിടെ വരുന്ന എസെൻട്രിസിറ്റി കൊണ്ടുണ്ടാകുന്ന മിനിമം മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് മൊമെൻറ്റ് ഡ്യൂ ടു മിനിമം എസെൻട്രിസിറ്റി. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇവിടെ EX മിനിമം EY മിനിമം കാൽക്കുലേറ്റ് ചെയ്യണം. സോ മിനിമം എസെൻട്രിസിറ്റി കണ്ടുപിടിക്കുന്നത് ക്ലോസ് 25.4 IS 456/2000 തന്നിട്ടുള്ള ഇക്വേഷൻ അൺസപ്പോർട്ടഡ് ലെങ്ത് ഡിവൈഡ് ബൈ 500 പ്ലസ് ലാറ്ററൽ ഡയമെൻഷൻ ഡിവൈഡ് ബൈ 30 ആണ്. ദാറ്റ് ഈസ് അൺസപ്പോർട്ടഡ് ലെങ്ത് 7 മീറ്റർ, ദാറ്റ് ഈസ് 7000 ഡിവൈഡ് ബൈ 500 പ്ലസ് 400 ആണ് D ബൈ 30 ചെയ്യുമ്പോൾ 27.3 കിട്ടും. ഇവിടെ മിനിമം ഈ മിനിമത്തിൻ്റെ വാല്യൂ 20 എങ്കിലും വരണമെന്നാണ്. സോ ഇവിടെ 27.3 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 20 ആണ്. ദെൻ EY എന്ന് പറയുന്നത് കിട്ടുന്നത് 24 ആണ്. ദാറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 20. സോ EX മിനിമവും EY മിനിമവും കിട്ടി. 27.3യും 24ഉം എന്ന് കിട്ടി. ഇനി ബോത്ത് EX ആൻഡ് EY ഗ്രേറ്റർ ദാൻ 20 ആണ്. ദെൻ മൊമെൻറ്റ് ഡ്യൂ ടു എസെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. സോ MX മിനിമം എന്ന് പറയുന്നത് PU ഇൻറ്റു EX മിനിമം ആണ്. ദാറ്റ് ഈസ് PUവിൻ്റെ കൂടെ കിട്ടിയ EX മിനിമം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 40.950 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ആ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച ഇനീഷ്യൽ മൊമെൻറ്റ് അലോങ് എക്സ് ഡയറക്ഷൻ്റെ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണ്. അതുപോലെ തന്നെ MY മിനിമം എന്ന് പറയുന്നത് കിട്ടുന്നത് 36 ആണ്. അതും ഇനീഷ്യൽ മൊമെൻറ്റ് അലോങ് വൈ ഡയറക്ഷൻ 12നേക്കാളും കൂടുതലാണ്. സോ ഇവിടെ കിട്ടുന്ന ടോട്ടൽ ഡിസൈൻ മൊമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ MX മിനിമം ഇനീഷ്യൽ മൊമെൻറ്റും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിലാണ് ഏതാണോ ഗ്രേറ്റർ വാല്യൂ ആ വാല്യൂ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ ഇവിടെ നോക്കുമ്പോൾ 40.95 ആണ് ഗ്രേറ്റർ വാല്യൂ. അതിൻ്റെ കൂടെ മോഡിഫൈഡ് അഡീഷണൽ മൊമെൻറ്റ് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 42.3 ചെയ്യുമ്പോൾ 83.25 വരും. MDY എന്ന് പറയുന്നത് ഇവിടുത്തെ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് 36 പ്ലസ് M-AY ചെയ്യുമ്പോൾ 37.06 ആണ്. 73.06 കിലോന്യൂട്ടൺ മീറ്റർ വരും. സോ ഇതാണ് ഇവിടെ വരുന്ന ഡിസൈൻ മൊമെൻറ്റ്. ഇനി ഒരു കോളം ഇവിടെ ബയാക്സിയൽ ബെൻഡിങ് ആണ്. അതുകൊണ്ട് ബയാക്സിയൽ ബെൻഡിങ്ങിൽ എങ്ങനെയാണോ ഡിസൈൻ ചെയ്യുന്നത് ആ രീതിയിൽ വേണം ഇനി ബാലൻസ് റീൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. സോ അതിനു വേണ്ടി ഡിസൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെൻ്റ് ആണ് ഇനി ചെയ്യുന്നത്. സോ അതിനു വേണ്ടി ദ ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെൻറ്റ് ഡിസൈനിങ് ഫോർ യൂണിയാക്സിയൽ എസെൻട്രിസിറ്റി വിത്ത് PU is 1500 കിലോന്യൂട്ടൺ. ഇവിടുത്തെ മൊമെൻറ്റ് ട്രൈ ചെയ്യണം. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് മൊമെൻറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1.15 ഇൻറ്റു റൂട്ട് ഓഫ് MDX² പ്ലസ് MDY². സോ ഇത് ചെയ്യുമ്പോൾ 127.376 കിലോന്യൂട്ടൺ മീറ്റർ ആണ് കിട്ടുന്നത്. ദെൻ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലാണ്. നമ്മൾ എടുത്തിട്ടുള്ളത് 3% ആണ്. അപ്പോൾ ആ പെർസെൻറ്റേജിന് ഇവിടെ സേഫ് ആണോ അല്ലയോ എന്ന് അറിയണം. അതിനു വേണ്ടി ഇൻട്രാക്ഷൻ ചാർട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് P/FCK കണ്ടുപിടിക്കുന്നത്. സോ ആദ്യം തന്നെ D'/D കണ്ടുപിടിക്കുക 0.13. സോ ഇവിടെ നമുക്ക് എടുക്കേണ്ട ചാർട്ടിന് വരുന്നത് 0.15ൻ്റെ ചാർട്ടാണ്. ദെൻ PU/FCK BD കണ്ടുപിടിക്കുക. ചെയ്യുമ്പോൾ 0.417 കിട്ടും. MU/FCK BD² കണ്ടുപിടിക്കുക. MU എന്ന് പറയുന്നത് ട്രയൽ ആയിട്ട് എടുത്തിട്ടുള്ള സെക്ഷൻ്റെ മൊമെൻ്റ് ആണ്. ദാറ്റ് ഈസ് 127.376 ഇൻറ്റു ന്യൂട്ടൺ എംഎമ്മിലോട്ട് മാറ്റാൻ വേണ്ടി 10⁶ ഡിവൈഡ് ബൈ FCK 30, B is 300, ക്യാപിറ്റൽ D is 400² ചെയ്യുമ്പോൾ 0.088 എന്ന് കിട്ടും. ദെൻ ചാർട്ട് 45 ആണ് ഇവിടെ വരുന്നത്. SP16ലുള്ളത് ഈക്വലി റീൻഫോഴ്സ്മെൻറ്റ് ഓൺ ഓൾ 4 സൈഡ്സ് എന്നാണ് തന്നിട്ടുള്ളത്. ചാർട്ട് 45 നോക്കുമ്പോൾ ഇതാണ് ചാർട്ട് 45. D'/Dയുടെ വാല്യൂ 0.15ഉം FY is 415ഉം റീൻഫോഴ്സ്മെൻറ്റ് 4 സൈഡും കൊടുത്തിട്ടുണ്ട്. ദെൻ PU/FCK BDയുടെ വാല്യൂ 0.417ഉം MU/FCK BD² വാല്യൂ 0.088ഉമാണ് വരുന്നത്. സോ ഇതിൻ്റെ രണ്ടിനും കറസ്പോണ്ടിങ് വരുന്നത് ഈ ഒരു കർവ് എന്ന് പറയുന്നത് P/FCKനെയാണ് കാണിക്കുന്നത്. അതെവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് P/FCKയുടെ വാല്യൂ എടുക്കുക. ഇവിടെ ഏകദേശം കിട്ടുന്നത് 0.075 ആണ്. ഇതിൽ നിന്ന് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 0.075 ഇൻറ്റു FCK എന്ന് കിട്ടും.
ചെയ്യുമ്പോൾ 2.25 എന്ന് കിട്ടും. നമ്മളിവിടെ അസ്യൂം ചെയ്ത റീഇൻഫോഴ്സ്മെൻറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 3% ആണ്. ഇവിടെ കിട്ടിയ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 2.25 ആണ്. അപ്പോൾ അതിൽ കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസ്യൂം ചെയ്തത് ഇവിടെ സേഫ് ആണ്. സോ അതുകൊണ്ട് ഇവിടുത്തെ ഏരിയ ഓഫ് സ്റ്റീൽ വരുന്നത് 3% ഇൻറ്റു AG ഡിവൈഡഡ് ബൈ 100 ആണ്. സോ അത് ചെയ്യുമ്പോൾ 3600 mm² ആണ് വരുന്നത്. ഇവിടെ വരുന്ന നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കണം. ഇനി 25 mm ഡയമീറ്റർ ബാർസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് ബാർസ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്റ്റീൽ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് 1 ബാർ ചെയ്യുമ്പോൾ 7.33 ആണ് കിട്ടുന്നത്. അതിന് റൗണ്ട് ചെയ്യുക. ഈവൻ നമ്പർ ആക്കി റൗണ്ട് ചെയ്യുമ്പോൾ 8 ബാർസ് എന്ന് കിട്ടും. പ്രൊവൈഡ് 8 numbers of 25 mm diameter bars as longitudinal reinforcement. ഇനി ഇവിടുത്തെ 8 ബാർ ആണ് എങ്കിൽ ഇവിടെ കൊടുക്കുന്ന ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 8 × π/4 × 25² ചെയ്യുമ്പോൾ 3926.99 mm² എന്നാണ് കിട്ടുന്നത്. ഇനി ആ ആക്ച്വൽ ഏരിയ സ്റ്റീലിന് കറസ്പോണ്ടിങ് വരുന്ന പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ASC എന്ന് പറയുന്നത് P × BD/100 ആണ്. P ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. ഇവിടെ കിട്ടിയ ASC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പിയുടെ വാല്യൂ കിട്ടുന്നത് 3.27 ആണ്. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 3.27% ആണ്. ദെൻ P/FCK കണ്ടുപിടിക്കുക. 3.27/30 ചെയ്യുമ്പോൾ 0.109 കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ചെക്ക് സെക്ഷൻ ഫോർ ബയാക്സിയൽ ബെൻഡിങ് ആണ്. അതായത് MUX ഡിവൈഡ് ബൈ MUX1 റേസ് ടു ആൽഫ n പ്ലസ് MUY ഡിവൈഡ് ബൈ MUY1 റേസ് ടു ആൽഫ n ലെസ് ദാൻ or equal to 1 എന്ന് പറയുന്ന കണ്ടീഷനാണ് ബയാക്സിയൽ ബെൻഡിങ്ങിൽ വരുന്നത്. ആ കണ്ടീഷനാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അതിൽ MUX ആൻഡ് MUY എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസൈൻ മൊമെൻ്റ് ആണ്. ദാറ്റ് ഈസ് MDXും MDYയും. MUX1 MUY1 കണ്ടുപിടിക്കണം. ഫസ്റ്റ് കാൽക്കുലേഷൻ ഓഫ് MUX1 ആണ്. അതിനുവേണ്ടി PU/FCK BD കണ്ടുപിടിക്കുക. അത് ചെയ്യുമ്പോൾ 0.417 കിട്ടും. ദെൻ P/FCK ഇപ്പം ആക്ച്വലി നമുക്ക് കിട്ടിയ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ബൈ FCK ചെയ്യുമ്പോൾ 0.109 ആണ് കിട്ടുന്നത്. ദെൻ D'/Dയുടെ വാല്യൂ അലോങ് X ഡയറക്ഷന് കറസ്പോണ്ടിങ് വരുന്നത് 0.13 ആണ്. സോ അതിന് ഹയർ ആയിട്ട് വരുന്ന ചാർട്ട് 0.15ൻ്റെ ആണ്. സോ ഇവിടെ കിട്ടുന്നത് ചാർട്ട് 45 ആണ്. ചാർട്ട് 45ൽ നിന്ന് MUX1 ഡിവൈഡ് ബൈ FCK BD² വാല്യൂ എടുക്കുക. ദാറ്റ് ഈസ് അവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.108 ആണ്. ദെൻ MUX1 എന്ന് പറയുന്നത് 0.108 × 30 × 300 × 400² ചെയ്യുമ്പോൾ 155.52 kN ആണ് കിട്ടുന്നത്. ദെൻ അലോങ് Y ഡയറക്ഷനിൽ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് MUY1 PU/FCK BD. അപ്പം Y1 ചെയ്യുമ്പോൾ ബിയും ഡിയും ഇൻ്റർചേഞ്ച് ചെയ്താണ് വരുന്നത്. അതായത് B എന്ന് പറയുന്നത് 400ഉം ക്യാപിറ്റൽ D എന്ന് പറയുന്നത് 300 ആയിട്ട് ചേഞ്ച്. ഇവിടെ വരുന്ന PU/FCK BDയുടെ വാല്യൂ 0.417 തന്നെയാണ്. P/FCK 0.109. ദെൻ D'/D അലോങ് Y ഡയറക്ഷനിൽ കിട്ടിയിട്ടുള്ളത് 0.2 ആണ്. അതായത് D' എന്ന് പറയുന്നത് 52.5, D എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 300 ആണ്. ദെൻ ഇവിടെ കിട്ടുന്ന ചാർട്ട് 46 ആണ്. സോ ഇതാണ് ചാർട്ട് 46 എന്ന് പറയുന്നത്. D'/Dയുടെ വാല്യൂ 0.2, FY 415. ദെൻ ഇവിടെ കിട്ടുന്ന MUY1 ഡിവൈഡ് ബൈ FCK BD² എന്ന് പറയുന്നത് 0.1 ആണ്. MUY1 എന്ന് പറയുന്നത് 0.1 × 30 FCK. B എന്ന് പറയുന്നത് 400ഉം D എന്ന് പറയുന്നത് 300² ആണ്. അതായത് Y ഡയറക്ഷനിൽ B എന്ന് പറയുന്നത് 400ഉം ക്യാപിറ്റൽ D അഥവാ ഡെപ്ത് എന്ന് പറയുന്നത് 300² അത് ചെയ്യുമ്പോൾ 108 kN കിട്ടും. ഇനി ആൽഫ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് പേജ് 104 SV60 തന്നിട്ടുണ്ട്. ആൽഫ എന്നിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് PU/PUZൻ്റെ വാല്യൂവിനെയാണ്. സോ PUZ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.4 FCK AG പ്ലസ് 0.75 FY മൈനസ് 0.45 FCK ASC. ഇതിൽ ASC എന്ന് പറയുന്നത് ആക്ച്വൽ പ്രൊവൈഡ് ചെയ്ത ഏരിയ ഓഫ് സ്റ്റീലാണ്. ദാറ്റ് ഈസ് 3.27 ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. സോ അത് വച്ച് വരുന്ന ഏരിയ എന്ന് പറയുന്നത് 3924 ആണ്. ദെൻ ഇക്വേഷനിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2788.371 എന്നാണ് കിട്ടുന്നത്. സോ PU/PUZൻ്റെ വാല്യൂ കിട്ടും 1500 ആണ് PU ഡിവൈഡഡ് ബൈ 2788.371 ആണ് PUZ ചെയ്യുമ്പോൾ 0.537 കിട്ടും. ഇതിൻ്റെ വാല്യൂ 0.2നും 0.8നും ഇടയിലാണ്. സോ ഇൻ്റർപോളേഷൻ വെച്ചുകൊണ്ടാണ് ആൽഫ എന്നിൻ്റെ വാല്യൂ കിട്ടുന്നത്. 0.2ന് കറസ്പോണ്ടിങ് വാല്യൂ 1ഉം
0.8ന് കറസ്പോണ്ടിങ് വാല്യൂ 2 ആണ്. അങ്ങനെയാണെങ്കിൽ 0.537ന് കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കണം. സോ സിമിലർ ട്രയാങ്കിൾ പ്രിൻസിപ്പിൾ ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0.562 എന്ന് കിട്ടും. അങ്ങനെയാണ് എങ്കിൽ ആൽഫ എൻ എന്ന് പറയുന്നത് ഈ 1ൻ്റെ കൂടെ എക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.562 ആണ് കിട്ടുന്നത്. ഇനി check safety under biaxial loading, that is condition mdx by mux raised to alpha n plus mdy divided by muy1 raised to alpha n ചെയ്യുക. then mdxും mdyയും നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് 0.919 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലെസ് ദാൻ 1. അതുകൊണ്ട് തന്നെ നമ്മളെടുത്ത ട്രയൽ സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സേഫ് ആണ്. അതായത് നമ്മളെടുത്ത പെർസെൻറ്റേജ് 3 ആണ്. പക്ഷെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്ത 3.27 ആണ്. ആ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് ഇവിടുത്തെ അപ്ലൈഡ് ലോഡിന് സേഫ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഇവിടുത്തെ ലാറ്ററൽ ടൈസ് ഡിസൈൻ ചെയ്യുക. സോ ലാറ്ററൽ ടൈസിൽ ഫസ്റ്റ് തന്നെ ഇത് തന്നിട്ടുള്ള പേജ് നമ്പർ 49 ആണ്. ക്ലോസ് 26.5.3.2ൽ സി എന്ന് പറയുന്ന സെക്ഷനിലാണ് തന്നിട്ടുള്ളത്. അതും ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് കണ്ടുപിടിക്കണം. സോ ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് ഷുഡ് ബി മോർ ദാൻ 1/4 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ബാർസ്. സോ 1/4 ഇൻറ്റു ലോഞ്ചിറ്റ്യൂണൽ ബാറിൻ്റെ ഡയ 25 ആണ്. 6.25 mm എന്ന് കിട്ടും. ഡയമീറ്റർ ഓഫ് ടൈസ് 6 mm. സോ ഈ രണ്ട് വാല്യൂവിനേക്കാളും കൂടിയ ഒരു ഡയമീറ്റർ പ്രൊവൈഡ് ചെയ്യുക. സോ വി പ്രൊവൈഡ് ഡയമീറ്റർ ഓഫ് ടൈസ് 8 mm. ദെൻ പിച്ച് ഓഫ് ടൈസ് ഫസ്റ്റ് കണ്ടീഷൻ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ബി എന്ന് പറയുന്നത് ആണ് ഇവിടുത്തെ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, ദാറ്റ് ഈസ് 300 mm. ദെൻ 16 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ബാർ ചെയ്യുമ്പോൾ 400 mm എന്ന് വരും. തേർഡ് കണ്ടീഷൻ 300 mm. ഈ വാല്യൂവിനേക്കാളും കൂടി പോകാൻ പാടില്ല എന്നാണ് പിച്ച് ഓഫ് ടൈസിൻ്റെ കണ്ടീഷൻ. ഹെൻസ് വി പ്രൊവൈഡ് 8 mm ഡയമീറ്റർ ബാർ സെറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ. സോ ഇങ്ങനെയാണ് ഒരു ബൈആക്സിയലി ലോഡഡ് സ്ലെൻഡർ കോളം ഡിസൈൻ ചെയ്യുന്നത്. അടുത്തത് ഇവിടെ വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് ആണ്. റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗിൽ ആദ്യം ഇവിടുത്തെ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ബി ഈസ് 300ഉം ക്യാപിറ്റൽ ഡി ഈസ് 400ഉം ആണ്. ദെൻ ഇവിടെ വരുന്ന ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെൻറ്റ് 8 നമ്പേഴ്സ് 25 mm ഡയമീറ്റർ ആണ് കിട്ടുന്നത്. സോ ഇതാണ് ഇവിടുത്തെ ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ലാറ്ററൽ ടൈസ് കിട്ടിയത് 8 mm ഡയമീറ്റർ അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്ററിലാണ്. ഇതിൻ്റെ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ ആണ്. ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ വരയ്ക്കുമ്പോൾ ഇത് ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെൻറ്റ് 8 നമ്പർ ഉണ്ട്, 25 mm ഡയമീറ്ററിൻ്റെ. ദെൻ ഇത് കൊടുത്തിട്ടുള്ള ലാറ്ററൽ ടൈസ് ആണ്, അത് 8 mm ഡയമീറ്ററും ഇവ തമ്മിലുള്ള ഈ ഒരു സ്പേസിംഗ് എന്ന് പറയുന്നത് 300 mm സെൻറ്റർ ടു സെൻറ്ററിലുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിലിണ്ടർ കോളം ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ സിലിണ്ടർ കോളം ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ആദ്യം ഇവിടെ വരുന്ന ഡിസൈൻ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. അതിന് ഇവിടെ അഡീഷണൽ മൊമെൻറ്റ് കണ്ടുപിടിക്കുക, ദെൻ ഇനീഷ്യൽ മൊമെൻറ്റ് കണ്ടുപിടിക്കുക, ദെൻ എസെൻട്രിസിറ്റി കൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റ് കണ്ടുപിടിക്കുക. ദെൻ മോഡിഫൈഡ് അഡീഷണൽ മൊമെൻറ്റിനെ ഇനീഷ്യൽ മൊമെൻറ്റും അതുപോലെ തന്നെ മിനിമം എസെൻട്രിസിറ്റി കൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റിൽ ഏതാണോ ഗ്രേറ്റർ വാല്യൂ ആ വാല്യൂ ആയിട്ട് ആഡ് ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോഴാണ് ഇവിടുത്തെ ഡിസൈൻ മൊമെൻറ്റ് കിട്ടുന്നത്. ഡിസൈൻ മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബൈആക്സിയൽ ബെൻഡിങ് ആണെങ്കിൽ ഡിസൈൻ പ്രൊസീജിയർ ചെയ്യുക. എന്നിട്ട് ബൈആക്സിയൽ ബെൻഡിങ്ങിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് വരയ്ക്കുക. സോ ഇങ്ങനെയാണ് ഒരു സിലിണ്ടർ കോളം ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കോളത്തിൻ്റെ എക്സാമ്പിൾ SP60ലും കാണിച്ചിട്ടുണ്ട്. സോ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഒരു കോഡ് റെഫർ ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യുക. ദെൻ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത് ഷോർട്ട് കോളം വിത്ത് യൂണിആക്സിയൽ ബെൻഡിങ്ങും ഷോർട്ട് കോളം വിത്ത് ബൈആക്സിയൽ ബെൻഡിങ്ങും അതുപോലെ തന്നെ സിലിണ്ടർ അഥവാ ലോങ് കോളം ഡിസൈൻ, ഈ 3 കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.